ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ, അതായത് കുടുംബ യൂണിറ്റിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷത്തിനായി ഞങ്ങളുടെ ഏടപ്പള്ളിയിലെ കൊച്ചച്ഛനാണ് വന്നിരിക്കുന്നത്. മുഖ്യാതിഥിയായിട്ട് കൂടെ മറ്റുള്ള ഭാരവാഹികളുണ്ട്. അപ്പോൾ അവരെ സ്വീകരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഞങ്ങൾക്ക് ഇതിൻ്റെ സെലിബ്രേഷൻ ആഘോഷിക്കാൻ വേണ്ടി സ്ഥലം വിട്ട് തന്ന ആ വീടിൻ്റെ ഉടമസ്ഥൻ്റെ എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയതിനാൽ ഫസ്റ്റ് നമ്മുടെ സെലിബ്രേഷൻ്റെ ആഘോഷമായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്ന ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഓണാക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞതിൻ്റെ സീനാണ് കേട്ടത്. ചോദ്യം ഒന്നുകൂടി വായിക്കാം. വിശുദ്ധ മത്തായി ആരെ ഉദ്ദേശിച്ചാണ്? അപ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്തതായിട്ട് വേറെ യൂണിറ്റിൽ നിന്നുള്ള ഒരു ഭാരവാഹികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഒരു ചെറിയൊരു ക്വിസ് മത്സരം പോലെ ഒരു ഇതെനിക്കത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിൽ യൂണിറ്റ് നിന്ന് മറുപടി പറയണം. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അത് ചോദിച്ചിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. എന്തോ നമ്മുടെ യൂണിറ്റിൽ എല്ലാവരും ബൈബിളുമായിട്ട് നല്ല ബന്ധമുള്ള കാരണം ആരും ഒന്നും മറുപടി പറഞ്ഞില്ല. വളരെയേറെ സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്നതിനും ആരും ഒന്നോ രണ്ടോ പേരല്ലാതെ വേറെ ആരും എനിക്ക് നിന്ന് മറുപടി പറയുന്നതായിട്ട് കാണാൻ സാധിച്ചില്ല. അത് ചെറിയൊരു മോശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെ? ഓക്കെ, അത് കുറച്ചുകൂടി ക്ലിയർ ആകാനുണ്ട്. എന്നാലും ഉത്തരവ് ഇതാണ്. എബ്രാഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. ഓക്കെ, ആരും പ്രിപ്പയർഡ് ആയിട്ടില്ലെന്നാണ് തോന്നുന്നത് അല്ലേ? എല്ലാവരും ഈ ആഘോഷവേളയിലായി പോയി. മൂന്നാമത്, മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ജോസഫ് എന്ത് തീരുമാനമാണ് എടുത്തത്? ഓക്കെ, രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അടുത്തതായി ഒരു ക്രിസ്മസിൻ്റെ കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ കേക്ക് കട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാരൻ്റെ അമ്മയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതായത് കൂട്ടുത്തിരിച്ചിരി നല്ല എന്താ പറയുക, പ്രായമായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിനാണ് സെലിബ്രേറ്റ് വേണ്ടി കൊടുക്കുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെയും ചെയ്യുന്നത്. അതായത് ഏറ്റവും പ്രായമുള്ള ആളും പിന്നെ ഏറ്റവും കുഞ്ഞു കുട്ടികളെയും കൂടി വിളിച്ചിട്ടാണ് കേക്ക് മുറിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു വലിയൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സന്തോഷം എന്ന് പറയുന്നത് ഉണ്ണീശോ പിറക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയ ആൾക്കാർ മുതൽ കുഞ്ഞാൾക്കാർ വരെയുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇതായത് കാരണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ കേക്ക് മുറിച്ചു. അതിനിടയിൽ സാന്താക്ലോസ് വന്നു ഡാൻസും അതൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ കയ്യിൽ പോയി. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളതിനാൽ ഉള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ വീടുകളിൽ ഓരോ തവണയും ഓരോ വീടുകളിലായിരിക്കും പ്രോഗ്രാം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സ്ഥല സൗകര്യം ഉള്ളതെന്ന് എന്ന് വെച്ചാൽ അവിടേക്ക് സ്റ്റേജ് കിട്ടുന്നു. കേക്ക് കട്ടിങ്ങിന് നമ്മൾ വാങ്ങിച്ചത് മറ്റേ
ക്രീം കേക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ എല്ലാവർക്കും വേണം വേണ്ടി വാങ്ങിച്ചത് നമ്മുടെ പ്ലംകേക്കും കൂടെ കേക്കും വാങ്ങിയിട്ടാണ് ക്രിസ്മസ്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളോട് തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. അടുത്തതായത് പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കലാപരിപാടി തുടങ്ങിയത് നമ്മുടെ കുഞ്ഞു കലാകാരൻ്റെ ഒരു പാട്ടോടുകൂടിയാണ് കലാപരിപാടികൾ കാണുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. മോളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, ഡാൻസ് കളിച്ചൊരു ഡാൻസ്, പിന്നെ മോൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഫ്രണ്ട്സും കൂടെ പിന്നെ കൂടെ സർപ്രൈസ് ആയിട്ടുള്ളത് വെച്ചാൽ എൻ്റെ മോനും മോളും മിക്ക ദിവസം പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കും. അവരൊക്കെ എല്ലാത്തിനും പങ്കെടുക്കും. എൻ്റെ ടീനയുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു, പുതിയ ഗ്രാമത്തിനുള്ള പാട്ടാണ് ടീന ഫ്രണ്ട്സൊക്കെ കൂടെ പാടിയത്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ക്രിസ്മസ് ഫ്രണ്ടിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഘടകം കൂടെ ഉണ്ടായിരുന്നു. അവരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതാണ്. അപ്പോൾ ഗിഫ്റ്റ് കൈമാറുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് അത് വേറെ ചെയ്യാം. അപ്പോൾ പ്രോഗ്രാമൊക്കെ ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് എല്ലാം പരിപാടിയും കഴിഞ്ഞ് മെയിനായിട്ടുള്ള പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ പാട്ട് ഓരോരുത്തർക്ക് സ്റ്റേജിലിങ്ങനെ പാട്ട് പാടുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇത് അതിന് ആ കുഞ്ഞിൻ്റെ കൂടെ സ്നേഹം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കനും എല്ലാവർക്കും ആയിരുന്നു സ്പെഷ്യലി. അപ്പോൾ എല്ലാവരും അതും കൂടെ കഴിച്ചു. സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ഈ വർഷത്തെ, അതായത് 2020 ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെ ആഘോഷിച്ചു. എല്ലാവരും സന്തോഷത്തോടുകൂടി അങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ട് തിരിഞ്ഞു. അപ്പോൾ ടീമിന്ന് നൈസായിട്ട് കിട്ടിക്കുന്നതാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. പുതിയ വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോമേ അടുത്ത ദിവസം വരുന്നതായിരിക്കും.